ഇന്ന് ഡൽഹിയിൽ അതിർത്തി മാറ്റപ്പെടാത്ത രീതിയിലുള്ള ഒരു നാമമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളും നടത്തുന്ന ടെസ്റ്റുകൾ പരിപാടികൾ നമുക്കറിയാം നാമമാത്രമായ രീതിയിലോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള രീതിയിലോ ആയിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ സാക്ഷാത്കാരം വ്യത്യസ്തമായ രീതിയിലൂടെ മാതൃകാപരമായ രീതിയിലൂടെ നമുക്ക് ഉപകാരമായ രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് സാഹിത്യത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നടത്തി പോകുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്ന അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന മഹത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ പല പരിപാടികളിൽ സംബന്ധിക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും മെച്ചപ്പെട്ട പ്രോഗ്രാമുകളായി മാറുന്നു. കലോത്സവവും നല്ല പങ്കാളിത്തത്തോടുകൂടി ഇവിടെ ആരംഭിക്കുന്നു. വിവിധ ദിവസങ്ങളിലെ പരിപാടികളുണ്ട്. അതിലെല്ലാവരുടെയും സാന്നിധ്യത്തിൽ സാധാരണ പങ്കാളിത്തം വളരെ സന്തോഷകരമാണ്. കലയ്ക്കും സാഹിത്യത്തിനുമെല്ലാം നമ്മുടെ ജീവിത വിജയത്തിന് വലിയ സഹായം നൽകുന്ന മലയാളികളുടെ മനസ്സ് നമുക്കെല്ലാവരും പറയുകയാണ്. കലാകാരി അവർക്കേറെ പ്രോത്സാഹനം ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അതുകൊണ്ട് സാഹിത്യം പിടിക്കുന്ന ആശംസകളും അഭിനന്ദനങ്ങളും പറയുന്നത് സ്ഥാപനത്തിന്റെ മുന്നേറ്റത്തിന് എല്ലാവരുടെയും ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവം നടത്തുന്നതിൽ നമസ്കാരം ചെയ്യുവാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ടീമേറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആണ് വന്നെന്നറിയാം. അത് കഴിഞ്ഞ ഈ വർഷം ഞാനാണ് അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ടീമേറ്റിനെ ചോദിച്ചായിരുന്നു പ്രോഗ്രാമിലൊക്കെ ചിലപ്പോൾ ഭയങ്കര വൈബാണ്. പിന്നെ കണ്ണൂരിലാണ് പ്രത്യേകം എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ണപ്പനല്ല ഏറ്റവും കൂടുതൽ ഇനാവശ്യം ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജില്ലയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണൂരിനെ പറയുള്ളൂ. കാരണം ഞാൻ നമ്മുടെ ഈ കേരളത്തിൽ 14 ജില്ലകളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിൽ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, അത് ഒരു ജില്ലയിൽ പോയി കിട്ടുന്നില്ല. കണ്ണൂർ മാത്രമല്ല, കണ്ണൂരും മലപ്പുറം 2 ജില്ലയിലും ഭയങ്കര വൈബാണ്. കണ്ണൂരിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇഷ്ടമാണ് വരാൻ. കാരണം വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറഞ്ഞ എന്ത് പ്രോഗ്രാം വിളിച്ചാലും ഞാൻ ഓടി എത്തുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്താ പറയുക, എല്ലാവരുടെ ഫേസിൽ ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താ പറയുക, ലൈഫിൽ ഏറ്റവും നമ്മൾ എന്ത് സമ്പാദിച്ചാലും പക്ഷേ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ എത്ര കിട്ടിയാലും മതിയല്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളത് സ്നേഹിക്കുക. അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മൾ മുഖത്ത് പുഞ്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്.